ഹായ് അങ്ങനെ മറ്റൊരു വ്യാഴം വെള്ളി ദിവസം വന്നെത്തിയിരിക്കുകയാണ്. സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ദിവസം. ഇത്തവണ വ്യാഴാഴ്ച സിനിമകളൊന്നും റിലീസില്ല. വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഈ ആഴ്ച റിലീസുള്ളൂ. മൊത്തം 10 സിനിമകളാണ് ഈ ഒരാഴ്ച തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അത് ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. തിയേറ്റർ റിലീസസ്, അതുപോലെ തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് റിലീസുള്ളത് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തമിഴ് സിനിമയാണ്. ജോഷ സേതുരാമൻ എഴുതി സംവിധാനം ചെയ്ത് ലിജോമോൾ ജോസ്, ഹരികൃഷ്ണൻ, ലോസ്ലിയ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ജെന്റിൽ വുമൺ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ മാർച്ച് മാസം 7-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തതൊരു തമിഴ് സിനിമ തന്നെയാണ്. കമൽ പ്രകാശ് എഴുതി സംവിധാനം ചെയ്ത് GV പ്രകാശ് കുമാർ, ദിവ്യ ഭാരതി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ആക്ഷൻ, അഡ്വഞ്ചർ, ഫാൻറ്റസി, ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ മാർച്ച് മാസം 7-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ മങ്കി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മാർച്ച് മാസം 7-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ റിലീസുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. അഡ്വഞ്ചർ, കോമഡി, ഫാൻറ്റസി, സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മിക്കി 17 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ റിലീസുള്ളൂ. മാർച്ച് മാസം 7-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ്. മനോജ് കുമാർ എഴുതി സംവിധാനം ചെയ്ത് ആശ അരവിന്ദ്, ഗോകുല എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് പ്രളയശേഷം ഒരു ജലകന്യക എന്ന് പറഞ്ഞ സിനിമ. മാർച്ച് മാസം 7-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. അനുറാം എഴുതി സംവിധാനം ചെയ്ത് പ്രശാന്ത് അലക്സാണ്ടർ, ശ്രീജിത്ത് രവി എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മറുവശം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും മാർച്ച് മാസം 7-ാം തീയതിയാണ് വെള്ളിയാഴ്ചയാണ് റിലീസുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ബ്ലഡ് ലൈൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഭാഷകളിലായിട്ടാണ് ഈ ഒരു സിനിമ മാർച്ച് മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒരു മലയാള സിനിമയാണ്. ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു എന്നിവർ ചേർന്ന് എഴുതി സംവിധാനം ചെയ്ത് ജഗദീഷ്, ഇന്ദ്രൻസ്, പ്രശാന്ത് അലക്സാണ്ടർ, മൊട്ടൈ രാജേന്ദ്രൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഫാമിലി ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പരിവാർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും മാർച്ച് മാസം 7-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. സജീദ് എഴുതി സംവിധാനം ചെയ്ത് കിഷോർ കുമാർ, സുധി മേനോൻ, മെറിൻ ഫിലിപ്പ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ എസോട്ടിക് മലയാളം മൂവിയാണ് വടക്കൻ എന്ന് പറഞ്ഞ സിനിമ. മാർച്ച് മാസം 7-ാം തീയതിയാണ് ഈ സിനിമയുടെയും തിയേറ്റർ റിലീസ് ഉള്ളത്. അടുത്തൊരു മലയാള സിനിമ തന്നെയാണ്. ഫസൽ ഹസൻ എഴുതി ശരചന്ദ്രൻ RJ ഡയറക്റ്റ് ചെയ്ത് വിജയരാഘവൻ, ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൺ, ലെന, കനി കുസുതി, സരിൻ ഷിഹാബ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഔസേപ്പിൻ്റെ ഒസ്യത്ത് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും മാർച്ച് മാസം 7-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത് ഈ 10 സിനിമകളാണ് ഈ ആഴ്ച റിലീസുള്ളത്. തിയേറ്റർ റിലീസുള്ളത് വ്യാഴാഴ്ച റിലീസില്ല, വെള്ളിയാഴ്ച മാത്രമേ റിലീസുള്ളൂ. മാർച്ച് മാസം 7-ാം തീയതിയാണ് ഈ ഒരു 10 സിനിമയും തിയേറ്റർ റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമകളിൽ ഏത് സിനിമയ്ക്കാണ് നിങ്ങൾ ഫസ്റ്റ് ഡേ പോകാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.